നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തരുടെ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. രണ്ടാം സ്ഥാനക്കാരായ ലിവർപൂളും മൂന്നാം സ്ഥാനക്കാരായ മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:15 ലിവർപൂളിന്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനം സ്വന്തമാക്കാൻ സാധിക്കും. നമുക്കറിയാം, ലിവർപൂളിന്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് ഈ സീസണിന് ശേഷം പടിയിറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അവസാനമായിക്കൊണ്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇപ്പോൾ പെപ്പും ക്ലോപ്പും മുഖാമുഖം വരുന്നത്. ആ ഒരു അർത്ഥത്തിൽ ആരാധകർ വളരെ ആവേശഭരിതമായ ഒരു മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സീസണിൽ ഇതിനു മുൻപ് ഇരുവരും പ്രീമിയർ ലീഗിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്ന് ഇത്തിഹാദിൽ വെച്ചുകൊണ്ട് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു. ഏതായാലും ലിവർപൂളിന്റെ ഒരു സാധ്യത 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കെല്ലഹർ ആയിരിക്കും. പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഗോമസ്, വാൻഡൈക്ക്, റോബർട്ട്സൺ, അതുപോലെ തന്നെ ബ്രാഡ്ലി എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ അലക്സിസ് മാക്കാലിസ്റ്റർ, സൊബോസ്ലോയ്, എൻഡോ എന്നിവരുണ്ടാകും. മുന്നേറ്റ നിരയിൽ ഡാർവിൻ നൂനസ്, ലൂയിസ് ഡയസ്, മുഹമ്മദ് സല. ഇങ്ങനെയാണ് ലിവർപൂളിന്റെ ഒരു സാധ്യത 11 വരിക. ഇനി മാഞ്ചസ്റ്റർ സിറ്റിയുടെ സാധ്യത 11ന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എഡേഴ്സൺ തന്നെയായിരിക്കും. പ്രതിരോധ നിരയിൽ വാക്കർ, സ്റ്റോൺസ്, ഡയസ്, എക്കെ എന്നിവരായിരിക്കും. മധ്യനിരയിൽ റോഡ്രി, കൊവാസിച്ച്, ഡിബ്രൂയിന, അതുപോലെ തന്നെ ബെർണാഡോ സിൽവയും ഉണ്ടാകും. മുന്നേറ്റ നിരയിൽ ഹാലൻഡും ഫിൽഫോർഡനുമാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു സാധ്യത 11 വരുന്നത്. ഏതായാലും ആൻഫീൽഡ് പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. ആകെ 8 മത്സരങ്ങൾ കളിച്ചപ്പോൾ ഒരു വിജയം മാത്രമാണ് പെപ്പ് ഗാർഡിയോളക്ക് ആൻഫീൽഡിൽ വെച്ചുകൊണ്ട് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണയും വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.